ഹായുടെ മക്കളെ, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാടാ, ഉഷാറല്ലേ? ഇംഗ്ലീഷിന്റെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? സെറ്റ് അല്ലേ? ഉഷാറല്ലേ? എടാ നമ്മളെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയും വേണം. അവരോട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. പിന്നെ നമ്മുടെ ഈ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഒന്ന് ചെയ്യുകയും ചെയ്തോ, ലൈക്ക് എന്തായാലും ഇട്ടോ കേട്ടോ. നിങ്ങൾക്ക് എന്താ ഉപകാരം ഉണ്ടായിട്ടുണ്ടോടാ? ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? സെറ്റ് അല്ലേ എന്നോടാ പരീക്ഷ? അടിപൊളിയല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, ഇനി വരുന്ന വിഷയങ്ങളുടെ ഒക്കെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണണം, കണ്ടിട്ടേ പോവാവും. എന്തെങ്കിലും ഉപകാരങ്ങൾക്ക് ഇതിനെക്കൊണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ, അല്ലാണ്ട് നിങ്ങൾ ആരും കാണണ്ട. ഓക്കെ, റെഡി സെറ്റാണ്. നമ്മൾ നേരെ പോവാണ്. നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ചോദ്യങ്ങൾ നോക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ ഇംഗ്ലീഷാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ലിസൺ ആൻഡ് ഡ്രോ ആണ് അല്ലേ? ടീച്ചർ എന്തൊക്കെയോ കാര്യങ്ങൾ പറയും, നമ്മൾ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ സാഷന്റെ ഫാദർ ബിസി ഇൻ കിച്ചൺ ആണ്. കംപ്ലീറ്റ് ദ പിക്ചർ ആഫ്റ്റർ ലിസണിങ് ടു യുവർ ടീച്ചർ അല്ലേ? അപ്പോൾ അവിടെ ഒരു ഫ്രൈ പാൻ വരച്ചു കൊടുക്കണം, പിന്നെ ഒരു പോട്ട് വരച്ചു കൊടുക്കണം, ഒരു 3 എഗ്ഗ് വരച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്, പിന്നെ ആ ബാസ്ക്കറ്റിൽ ഒരു ഫ്രൂട്ട്സ് വരയ്ക്കാൻ പറയുന്നുണ്ട്, പിന്നെ അവിടെ ഒരു ബക്കറ്റും വരച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഇതാണ് നമ്മൾ വരച്ചു കൊടുക്കണം. 5 എണ്ണം നമ്മൾ വൃത്തിയിൽ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് 5 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. കഴിഞ്ഞു. നമ്മൾ പോകാണ് അടുത്ത പേജിലേക്ക് അല്ലേ? ഇവിടെ നമ്മളോട് ഒരു ചെറിയൊരു പാരഗ്രാഫ് തന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 ചോദ്യങ്ങൾ തരും, അതിന് ഉത്തരം എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? റീഡ് ദ സ്റ്റോറി ഗിവൺ ബിലോ അല്ലേ? ടോം, നില, മിഥു, സാലിം ആൻഡ് രാജ് were friends. One day they went for a field trip with their teacher. At lunchtime, Tom opened his bag and said, "Oh, I forgot my lunchbox." Midhu heard this. She ran towards her friends and told them. They quickly came up with a plan. Midhu opened her lunchbox and took half of her lunch and said, "Her, Tom, you can have a part of my lunch." Nia took out an apple and offered that to Tom. "You can have this too," she said. Salim and Raj shared their cookies and cakes. Tom was happy at the kindness of his friends. "Thank you, everyone," he said. They all sat together and enjoyed their lunch. After that, all of them went to Midhu's house അല്ലേ? അപ്പോൾ ഇവിടെ ചെറിയൊരു പാരഗ്രാഫ്, ഒരു സ്റ്റോറിയാണ് ഇവിടെ കൊടുത്തത് അല്ലേ? ഇവിടെ ഒരു 4 ഫ്രണ്ട്സിൻ്റെ ഒരു സ്റ്റോറിയാണ് കൊടുത്തത്. 4 ആണോ 5 ആണോ? 5 ഫ്രണ്ട്സിൻ്റെ ഒരു സ്റ്റോറി കൊടുത്തു. ആ ഒരു സംഭവമാണ്. ഫീൽഡ് ട്രിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്കാവുന്നല്ല, നമുക്ക് ഉത്തരം എഴുതാന്നല്ല. ടോം ആൻഡ് ഹിസ് ഫ്രണ്ട്സ് വെന്റ് ഫോർ എ ഫീൽഡ് ട്രിപ്പ്. ഓക്കെ ആണോ? പിന്നെ ഹൂ ഫോർഗെറ്റ് ടു ടേക്ക് ദ ലഞ്ച് ബോക്സ്? ടോം ആണ് അല്ലേ ഫോർഗെറ്റ് ചെയ്തത്, മറന്നുപോയത് ലഞ്ച് ബോക്സ് എടുക്കാൻ. അടുത്തത് find out the word from the passage that means idea. ഐഡിയക്ക് പകരം ഉപയോഗിക്കുന്നത് എന്താ? പ്ലാൻ അല്ലേ? പ്ലാൻ. ഓക്കെ, റെഡി. അത് കഴിഞ്ഞിട്ട് അടുത്ത നോക്കൂ. വൈ വാസ് ടോം ഹാപ്പി? ഹിസ് ഫ്രണ്ട്സ് ഷെയർഡ് ഫുഡ് ഫോർ ഹിം അല്ലേ? അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അവൻ ഹാപ്പി ആയത് അല്ലേ? ഇനി അടുത്തത് നല്ലൊരു എന്ത് ചെയ്യുക, ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ കൊടുക്കുക. ഫ്രണ്ട്ഷിപ്പ് എന്നോ അല്ലെ ഫ്രണ്ട്ഷിപ്പ് ഗോൾസ് എന്നോ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ കൊടുക്കുക. ഈസി. അടുത്തത് എൻ്റെ മോനെ ഡിസ്ക്രിപ്ഷൻ. നമ്മൾ പറഞ്ഞതാണ് ഒരു ഡിസ്ക്രിപ്ഷൻ എങ്ങനെ എഴുതും, ഡിസ്ക്രിപ്ഷനിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്തൊക്കെയാ അല്ലേ? ഈ ഒരു പിക്ചർ കണ്ടാൽ തന്നെ നമുക്ക് എഴുതി കൊടുക്കാം, ദിസ് ഈസ് എ നൈസ് പിക്ചർ എന്ന് പറഞ്ഞ് തുടങ്ങാം അല്ലേ? ഇവിടെ ഒരു സൂര്യനെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ദ സൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ലേ? പോട്ടെ, അത് കണ്ടവർക്ക് അറിയാം. ഓക്കെ, ടോം ആൻഡ് ഹിസ് ഫ്രണ്ട്സ് റീച്ച്ഡ് മിഥുസ് ഹൗസ്. മിഥുസ് മദർ ആൻഡ് ഫാദർ were in the vegetable garden. They gave a warm welcome to all them. Describe the picture ആണ്. അപ്പോൾ ഈ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. എന്തൊക്കെ ഈ പിക്ചറിലുണ്ട്? വീടുണ്ടെങ്കിൽ വീട് എഴുതുക, പച്ചക്കറി ഉണ്ട് പച്ചക്കറി എഴുതുക, ആരാണ് ആ ചിത്രത്തിലുള്ളത് അതൊക്കെ എഴുതി കൊടുക്കുക. നോക്കൂ, ഹു ആർ ദർ ഇൻ ദ പിക്ചേഴ്സ്? ആരൊക്കെയാണുള്ളത്? വാട്ട് ഈസ് മധുസ് മദർ ഡൂയിങ്? മദർ എന്താ ചെയ്യുന്നത്? ഫാദർ എന്താ ചെയ്യുന്നത്? സിമ്പിൾ. അത് കഴിഞ്ഞ് കോൺവെർസേഷൻ അല്ലേ? സാഷ ആൻഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാഷയും നവീനും ടോൾഡ് അനുപമ ടീച്ചർ അബൌട്ട് കവിതനെ പറ്റി പറഞ്ഞു. ഷീ ഡിസൈഡഡ് ടു വിസിറ്റ് കവിതാസ് ഹൗസ് നെക്സ്റ്റ് ഡേ. അനുപമ teacher went to Kabita's house. Teacher talked to Kabita's mother about sending her to school അല്ലേ? അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യാണ്? കവിതൻ്റെ അമ്മനെ കാണാൻ വേണ്ടി പോവാണ്, കവിതനെ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ആ കോൺവെർസേഷൻ ആണ്. കോൺവെർസേഷൻ വരും. നമ്മൾ പറഞ്ഞു വാട്ട് വിൽ ബി ദ കോൺവെർസേഷൻ അല്ലേ? ടീച്ചർ പറയണം, ആർ യു കവിതാസ് മദർ? യെസ്, ഐ ആം കവിതാസ് മദർ അല്ലേ? അങ്ങനെ പറയാം. അത് കഴിഞ്ഞ് ടീച്ചർ, ഐ ആം അനുപമ, ഐ ആം എ ടീച്ചർ. ഓക്കെ, അപ്പം മദർ പറയും വെൽക്കം ടീച്ചർ അല്ലേ? വെൽക്കം ഹോം അങ്ങനെയൊക്കെ പറഞ്ഞൂടെ? വെൽക്കം ഹോം. വൈ ആർ യു ഹിയർ? എന്താ നിങ്ങൾ ഇവിടെ? അങ്ങനെയൊക്കെ ചോദിക്കുക അല്ലേ? കവിത ഈസ് നോട്ട് ഗോയിങ് ടു സ്കൂൾ. വൈ? എന്തുകൊണ്ടാണ്? അപ്പോൾ നമ്മൾ പറയാം അല്ലേ, ഷീ ഹാവ് അല്ലെങ്കിൽ വി ഹാവ് സോ മെനി പ്രോബ്ലംസ് അങ്ങനെയൊക്കെ പറയാം അല്ലേ? അത് കഴിഞ്ഞിട്ട് അടുത്ത് നോക്കൂ നിങ്ങൾ. ടീച്ചർ പറയാണ് ഡസ് ഷീ ലൈക്ക് ടു ഗോ ടു സ്കൂൾ? ഓക്കെ ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും യെസ് അല്ലേ? ഒക്കെ പറയാം. പിന്നെയോ ടീച്ചർ എന്തോന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ നാളെ നിങ്ങൾ സ്കൂളിലേക്ക് വന്നോളൂ എന്നൊക്കെ എന്ത് ചെയ്യും? ടീച്ചർ പറയും അല്ലേ? അതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം.
അതൊക്കെ കഴിഞ്ഞ് നേരെ പോവാണ് തോട്ട്സ്. തോട്ട്സ് നോക്കടാ. കവിത ഈസ് റെഡി ടു ഗോ ടു സ്കൂൾ. ഷീ സോ എക്സൈറ്റഡ്. ഷീ ഈസ് വെയിറ്റിംഗ് ഫോർ സാഷ ആൻഡ് നവീൻ. വാട്ട് വിൽ ബി ഹെർ തോട്ട്സ്? എന്തായിരിക്കും അവരുടെ തോട്ട്സ് അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള മൂഡ്. ഹാപ്പി ആണെങ്കിൽ ഹാപ്പി മൂഡിൽ വെച്ച് ഐ ആം വെരി ഹാപ്പി ടുഡേ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എഴുതി കൊടുക്കും. ഞാൻ ഇന്നലെ തോട്ട്സ് എഴുതാൻ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ, അതൊക്കെ കണ്ടവർക്കൊക്കെ ഉഷാറായിട്ട് എഴുതാൻ വേണ്ടിയിട്ടുണ്ടാവും അല്ലേ. അതേപോലെ തന്നെ നമുക്ക് ഫീലിങ്സ്, തോട്ട്സ്, പിന്നെ കാര്യങ്ങൾ, എക്സ്പ്രഷൻസ് ഒക്കെ പറയാം. പിന്നെ സ്പെല്ലിംഗ് ഒക്കെ നമ്മൾ കറക്റ്റ് ആക്കണം. അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് എഴുതുക. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നേരെ പോവാണ് നമ്മൾ പസിലാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പസിൽ എന്തായാലും വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പസിൽ അല്ലേ? യെസ്, നോക്കടാ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ക്രാഡിൽ സോങ്. രണ്ടാമത്തത് എന്താണ്? ലുള്ളാബിയാണ്. അടുത്തത് ടു സ്പീക്ക് ഇൻ ലോ സോഫ്റ്റ് വോയിസ്. മൂന്നാമത്തത് എന്താ? മൂന്നാമത്തത് മർമർ. അഞ്ചാമത്തത് ടു ലുക്ക് സീക്രട്ട്ലി. അഞ്ചാമത്തത് എന്താ? അഞ്ചാമത്തത് എവിടെ? അഞ്ചാമത്തെ അവിടെ കൊടുത്തിട്ടുണ്ട്. ആറാമത് ടു മൂവ് ക്വിക്ലി. ആറാമത്തത് നോക്കൂ. ആറാമത്തത് എന്താ അല്ലെ? റഷ് ആണ്. ഇനി ഒന്നാമത്തത് താഴോട്ട് സീ ഓർ ഫീൽ സംതിങ് അൺഎക്സ്പെക്റ്റഡ്. ഒന്നാമത്തത് താഴോട്ട് സർപ്രൈസ്, അതും കൊടുത്തിട്ടുണ്ടല്ലോ. നാലാമത്തത് സോഫ്റ്റ്. താഴോട്ട് നോക്കൂ, സോഫ്റ്റിന് പകരം എന്താ? നാലാമത്തത് താഴോട്ട് എവിടെയാടാ? ടെൻഡർ. യെസ്. അപ്പോൾ ഈ ഇംഗ്ലീഷിന്റെ എക്സാമ്പിൾ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. നാളെ വരുന്ന എക്സാമുകളൊക്കെ നമുക്ക് അടിച്ചു പൊളിക്കണം. നമ്മുടെ ചാനൽ കാണണം, ഇമ്പോർട്ടന്റ് പാർട്സ് കാണണം, ക്വസ്റ്റ്യൻ പേപ്പർ കാണണം, കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണം, ഷെയർ ചെയ്യണം, സ്റ്റാറ്റസ് വെക്കണം, ലൈക്ക് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യണം, കാര്യങ്ങളൊക്കെ ചെയ്യണം. അടുത്തുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ പ്രിയപ്പെട്ട മക്കൾ